ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു അടിപൊളി സമൂസയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും തന്നെ വീട്ടിൽ ഇഷ്ടം പോലെയുള്ളൊരു സംഭവമായിരിക്കും ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടി. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയിട്ട് ഇഷ്ടം പോലെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. മാത്രമല്ല ഇതിന് കൂടെ വേണ്ട വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും തന്നെ ഉള്ളതാണ്. കിഴങ്ങ്, അങ്ങനത്തെ സവാള, നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് എപ്പോഴും ഉള്ള വെജിറ്റബിൾസ് മാത്രമേ നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ. അടിപൊളി ഒരു ഐറ്റമാണ്, കുട്ടികൾക്ക് പോലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ അതിന് വേണ്ടി ഞാൻ 1 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ മിക്സ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട്, പച്ചവെള്ളം തന്നെ ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കണം, ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പുറമേ കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കണം. ഫില്ലിങ് അതിന് വേണ്ടിയിട്ടൊരു കടായി വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് അമ്മിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഞാൻ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. ചെറിയ സവാള ആണെങ്കിൽ 1 എണ്ണം എടുക്കുക, വലുതാണെങ്കിൽ 1ൻ്റെ പകുതി എടുക്കുക. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വരാനും പെട്ടെന്ന് വഴന്ന് വരാനും നല്ലതാണ്. അപ്പോൾ ഈ മസാലയിലേക്ക് എന്തായാലും ഉപ്പ് വേണമല്ലോ, അപ്പോൾ അത് നേരത്തെ ഇട്ടു. ഇനി ഇട്ട് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് നമ്മൾ ഓൾറെഡി കുക്കറിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തതാവണം. വേവിക്കുമ്പോൾ അതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കളറ് മാറാതെ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ പിന്നെ ഫ്രോസൺ വാങ്ങിക്കുക, ഏതായാലും കുഴപ്പമില്ല, വെന്തതായിരിക്കണം. ഇപ്പോൾ അതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഗരം മസാല ഇല്ലെങ്കിൽ നമ്മൾ ചിക്കൻ മസാലയോ ഒക്കെ അതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഏതും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുളകും മല്ലി മഞ്ഞളും ഉണ്ടായിരുന്നാൽ തന്നെ ധാരാളമാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് നന്നായിട്ട് കൈ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് അതിലൊന്ന് മിക്സ് ചെയ്യണം. കാരണം ഈ മസാലപ്പൊടികളെല്ലാം ഈ ഉരുളക്കിഴങ്ങിലേക്കും കൂടി ഒന്ന് ആവത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും കൂടി വേണം. നമ്മുടെ ഉപ്പും എല്ലാം അതിലേക്കൊന്ന് പിടിക്കണം. പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് കുറച്ചധികം തന്നെ ഇരുന്നോട്ടെ, അപ്പോൾ നല്ല ടേസ്റ്റാണത്. ഗരം മസാലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ മല്ലിച്ചപ്പ് കുറച്ചധികം ഉണ്ടായിരുന്ന ടേസ്റ്റാണ്. അതൊന്ന് വാടുന്നവരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാല റെഡിയായി. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം റെസ്റ്റ് ചെയ്തല്ലോ. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉള്ളതുപോലെ ബോളാക്കി എടുക്കണം. നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയൊക്കെ നമ്മളിങ്ങനെ തന്നെയല്ലേ ചെയ്യുക, ബോളാക്കി എടുക്കുക. ഓരോന്നും നമ്മൾ ആദ്യം തന്നെ അങ്ങനെ ബോളാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ ചപ്പാത്തി പലകയിൽ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുകയാണ് പൊടിയിട്ടിട്ട്. സാധാരണ ചപ്പാത്തിയിലേക്ക് ആ കനത്തിൽ തന്നെ പരത്തിയാൽ മതി. ഇനി ഇതുപോലെ നടുകെ മുറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 4 പീസസായിട്ട് കിട്ടും. ഈക്വൽ വലുപ്പത്തിലുള്ള 4 പീസസായിട്ട് കിട്ടും. അതിൻ്റെ ഒന്നിലേക്ക് നമ്മളിതാ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഫില്ലിങ് വെച്ചിട്ട് ഇതാ 2 സൈഡിൽ നിന്നും ഇങ്ങനെ ഈ കാണുന്നത് പോലെ മടക്കിയെടുക്കുക. ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് മടക്കിയെടുക്കുക. അതിൻ്റെ ഈ ഭാഗം നടുവിലേക്കും വെച്ച് കൊടുക്കുക. അതാ ഇത്ര പണിയുള്ളൂ, വളരെ ഈസിയാണ്, കുട്ടികൾക്കൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ മടക്കിയെടുക്കുക. ഈ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. കാരണം നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പുറത്തേക്ക് ഫില്ലിങ് വരാതിരിക്കാൻ നല്ല ഈസിയാണ്. ഞാനിത് രണ്ടാമത്തെ തവണയും കാണിക്കുന്നുണ്ട്, ഇതുപോലെ ചെയ്ത് നോക്കുക.
എളുപ്പമാണ്. നമ്മൾ സമൂസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഷീറ്റ് വാങ്ങിക്കൊന്നും വേണ്ട. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പമാണ്. ഞാൻ വേറൊരു മെത്തേഡ് കൂടി കാണിക്കാം. കുറച്ചും കൂടി റിസ്ക്കാണ്. ആദ്യം ചെയ്ത് തന്നെയാണ് എളുപ്പം, എങ്കിലും ഞാൻ അതൊന്നുകൂടി കാണിക്കുകയാണ്. വേറൊരു മെത്തേഡ് കൂടി കാണിക്കുകയാണ്. 4 സൈഡിലുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ചതുരത്തിൽ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗം കൂടിയും കട്ട് ചെയ്തിട്ട് ഇത് 2 ഷീറ്റാക്കി എടുക്കണം. സാധാരണ നമ്മൾ നേരത്തെ ചെയ്തത് ഒരു ചപ്പാത്തിയിൽ തന്നെ നമുക്ക് 4 സമൂസ കിട്ടും. ഇത് പക്ഷേ 2 എണ്ണേ കിട്ടുള്ളൂ. മാത്രമല്ല സൈഡിലുള്ളതൊക്കെ അവിടെ ബാക്കിയാവും ചെയ്യും. അപ്പം നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് തന്നെയാണ് കുറച്ചും കൂടി നല്ലത്. പക്ഷേ ഇത് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും, കുറച്ചുകൂടി ക്രിസ്പി ആവും കൂടി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ മെത്തേഡൊന്ന് ചെയ്ത് നോക്കുക. സൈഡിലൊക്കെ കുറച്ച് വെള്ളം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ നടുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് മടക്കി ഒരു ത്രികോണാകൃതിയിലാക്കിയതിന് ശേഷം കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. കാണാനൊരു ഭംഗിക്കും കൂടി വേണ്ടിയാണ്. കാഴ്ചയിൽ ഡിഫറെൻ്റ് ആയിരിക്കും, മാത്രമല്ല കഴിക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിരിക്കും. എന്നിട്ട് അത് ഇതിൻ്റെ മേലേക്ക് തന്നെ ഇതാ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം ഈ സൈഡിലേക്ക് മടക്കുന്നതോടുകൂടി എല്ലായിടത്തും ഈക്വലായിട്ട് എത്തും. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ആണ് ഉണ്ടാവുക. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് പ്രത്യേകതയൊന്നും തോന്നില്ല, പക്ഷേ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കാണാനൊരു ഭംഗിയാണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്തതുപോലെ ചെയ്തെടുക്കുക. ഏതായാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും. സൈഡൊക്കെ നന്നായിട്ട് അമർത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഫില്ലിങ് പുറത്തേക്ക് വരും ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഞാൻ 2 രീതിയിലും ചെയ്തിട്ടുണ്ട്. കുറച്ച് ഞാൻ ഇങ്ങനെ റൗണ്ടിൽ ആയിട്ട് അങ്ങനെ ചെയ്തു, കുറച്ച് ഞാൻ രണ്ടാമത് കാണിച്ച പോലെയും ചെയ്തു. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉള്ളതെങ്കിൽ അതെടുക്കുക, ഏതായാലും കുഴപ്പമില്ല. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ സാധാരണ നമ്മൾ സമൂസ ചെയ്യാറുള്ളത് മൈദയിലാണ്. അപ്പം മൈദയിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഇത് റെഡിയാവും. മാത്രമല്ല കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഹൈ ഫ്ലെയിമിൽ ആകുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇത് വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമാണ് നല്ലത്. കാരണം ഒന്നും വേവാനില്ല, അകത്ത് ഫില്ലിങ്ങൊക്കെ വെന്തതാണ്. പിന്നെ പുറമേ ഉള്ള ഈ ഷീറ്റ് മാത്രമേ വേവാനുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി വരും. ഇതാ കണ്ടോ, പെട്ടെന്ന് തന്നെ ആയി വരും, മൈദേനേക്കാളും സ്പീഡിലായി വരും. ഫ്രൈ ചെയ്തപ്പോൾ നമ്മളിങ്ങനെ വരച്ച് കൊടുത്തതൊക്കെ കണ്ടോ, ഒരു പ്രത്യേക ഷേപ്പിൽ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയായിട്ട് ഉണ്ട്. ഞാനിപ്പോൾ രണ്ടാമത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡി ആയി വരും. മാത്രമല്ല ഇത് ഷേപ്പാക്കുന്നതും ഫില്ലിങ് നിറയ്ക്കുന്നതൊക്കെ കുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന അത്രയും സിമ്പിളായിട്ടാണുള്ളത്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള വെജിറ്റബിൾസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഗ്രീൻ പീസ് ഒന്നും ഇല്ലെങ്കിൽ കടല ചേർത്തിട്ടോ ഒക്കെ ചെയ്യുക. നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള പച്ചക്കറികൾ മാത്രം ഇട്ടിട്ട് റെഡിയാക്കി എടുത്താൽ മതി. ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇതാ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റിയാണ്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. പെട്ടെന്നൊന്ന് സമൂസ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അധികം സാധനങ്ങളൊന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്